ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നാവിക സാന്നിധ്യത്തെ ചെറുക്കണം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്വാഡ് സഖ്യത്തിൻ്റെ രൂപീകരണത്തിനിടയായത്. അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യത്തെ ടീമിൽ 2017 ക്വാഡ് പുനരുജ്ജീവിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും അതുപോലെ തന്നെ അമേരിക്കയും ജപ്പാനും ഈ 4 രാജ്യങ്ങൾ, ഈ 4 രാജ്യങ്ങളിൽ US പ്രസിഡൻ്റായിട്ട് 2ാം ടൈമിൽ വീണ്ടും ട്രംപ് വന്നപ്പോൾ വീണ്ടും അതിന് കൂടുതൽ കരുത്തേകുന്നുണ്ട്. അന്ന് മാർക്കോ റൂബിയോ ഈ പറയുന്ന ക്വാഡ് സഖ്യത്തിലെ രാജ്യങ്ങളിലെ മന്ത്രിമാരുടെ പ്രതിരോധ മന്ത്രിമാരുടെയൊക്കെ യോഗവും വിളിച്ചു. ഇപ്പോൾ ഇന്ത്യയെ അമേരിക്കയ്ക്ക് അത്ര വിശ്വാസമില്ലാത്ത പോലെ തോന്നുന്നുണ്ടല്ലോ. ഇന്ത്യയെ മാറ്റിയിട്ട് ഫിലിപ്പൈൻസിനെ എടുക്കാം എന്ന് അമേരിക്ക ആലോചിക്കുന്നതായിട്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം ഇൻഡോ പസഫിക് മേഖലയിൽ ഈ ചൈനയുമായിട്ട് ഭയങ്കരമായിട്ട് ഇപ്പോൾ പോരടിച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഫിലിപ്പൈൻസ്. പക്ഷെ പോരടിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിപ്പൈൻസിനെ കൊണ്ട് പോരടിപ്പിക്കുന്നു എന്ന് പറയണം. ആര്? അമേരിക്കയും ജപ്പാനും കൂടി. കാരണം ജപ്പാനും ആ മേഖലയിൽ പ്രധാനപ്പെട്ട രാജ്യമാണ്. ജപ്പാനാണെങ്കിൽ പൈതൃകമായിട്ട് തന്നെ ചൈന വിരോധം ഉള്ള രാജ്യവും ആണ് ജപ്പാൻ. അത് പലപ്പോഴും ആളുകൾ ചർച്ച ചെയ്യാതെ പോകുന്നതാണ്. കാരണം 2ാം ലോക യുദ്ധത്തിൽ 2.5 ലക്ഷത്തോളം ചൈനക്കാരെ ജപ്പാൻ കൊന്നിട്ടുണ്ട്. അതിന്റെ വിരോധമുണ്ട്. അപ്പോൾ വിക്ടറി പരേഡ് എന്ന് പറഞ്ഞ അടുത്ത കാലത്ത് നടന്നല്ലോ ബെയ്ജിങ്ങില്, ചൈനയില്. ആ വിക്ടറി പരേഡ് അവർ നടത്തിയത് തന്നെ ജപ്പാനോടുള്ള വിരോധം, ആ 2ാം ലോക യുദ്ധത്തിൽ മറ്റേ കൂട്ടത്തിൽ നിന്ന ചൈന, അതായത് ജപ്പാൻ ജർമ്മനിയുടെ കൂടെയൊക്കെ ആയിരുന്നു, സഖ്യശക്തികളുടെ കൂടെയാണ് അപ്പം ചൈന നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ചൈനക്കാർ അത്രയും പേരുടെ ജീവൻ ത്യജിച്ചല്ലോ. അപ്പോൾ ജപ്പാനോടുള്ളൊരു വിരോധം പ്രകടമാക്കാനാണ് വിക്ടറി പരേഡ് സംഘടിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ 2ാം ലോക യുദ്ധത്തിലെ വിജയം ചൈനയും കൂടി അതിൻ്റെ ഭാഗമാണ് എന്ന് ലോകരാജ്യങ്ങളെയൊക്കെ അറിയിക്കുക. സൗത്ത് ചൈന സീയിൽ ജപ്പാനുമായിട്ടുള്ള ഒരു പോരാട്ടം ഉണ്ടല്ലോ. സൗത്ത് ചൈന സീയിൽ ഫിലിപ്പൈൻസിനെ അനുകൂലിച്ചാണ് ജപ്പാൻ നിൽക്കുന്നത്. ജപ്പാനിൽ അമേരിക്കയുടെ താവളങ്ങളുണ്ട്, ജപ്പാൻ അതിന് പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജപ്പാൻ അമേരിക്ക സഖ്യം സൗത്ത് ചൈന സീയിൽ ഫിലിപ്പൈൻസിൻ്റെ കൂടെ, അതിനോടുള്ള വിരോധവും കൂടി ചൈന തീർത്തതാണ്. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഫിലിപ്പൈൻസിനെ സഹായിക്കാനായിട്ട് സൗത്ത് ചൈന സീയിൽ നാവികപ്പടയുണ്ട്, അമേരിക്കയുടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആ നാവികപ്പട നിലയുറപ്പിച്ചിട്ടുള്ളത് തൈവാനിൽ ഇല്ലേ? തൈവാനിൽ ചൈന ഉദ്ദേശിക്കുന്ന അധിനിവേശം, അതിനെ ചെറുക്കുക എന്നുള്ള ഉദ്ദേശവും അമേരിക്കയ്ക്കുണ്ട്. അങ്ങനെ പലതരത്തിൽ ഈ സൗത്ത് ചൈന സീയിൽ ഈ പാശ്ചാത്യ ശക്തികൾ അവിടെ വന്ന് വിളയാടുന്നുണ്ട്. അതിനോടുള്ള വിരോധം ചൈനയ്ക്കുണ്ട്. അങ്ങനെ ആ വിരോധത്തിൻ്റെ, സൗത്ത് ചൈന സീയിലെ വിരോധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആണിക്കല്ലാണ് ഫിലിപ്പൈൻസ്. അപ്പോൾ ഇൻഡോ പസഫിക് ഈ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ആ ഫിലിപ്പൈൻസിനെ ക്വാഡിൽ എടുക്കുക, ഇന്ത്യയെ തട്ടുക എന്നൊരു ലക്ഷ്യം അമേരിക്കയ്ക്കുണ്ട് എന്ന് ആണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഒട്ടും എളുപ്പമല്ല. പക്ഷേ ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക, ഇതാണ് ക്വാഡ് സഖ്യത്തിൽ വരുന്ന രാജ്യങ്ങൾ. 2017 ട്രംപിൻ്റെ ആദ്യ ഊഴത്തിൽ പുനരുജ്ജീവിപ്പിച്ചതാണ് ക്വാഡ് സഖ്യത്തിനെ. ചൈനയ്ക്കെതിരെ ഏഷ്യൻ നാറ്റോ എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്, ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. ബൈഡന്റെ കാലത്ത് ഇത് ഉച്ചകോടികളിലേക്ക് വളർന്നു. ക്വാഡ് ഉച്ചകോടികൾ, അമേരിക്കൻ പ്രസിഡന്റും കൂടി ബൈഡനും കൂടിയൊക്കെ പങ്കെടുക്കുന്ന ക്വാഡ് ഉച്ചകോടികൾ. ഈ മാസം ഒരു ക്വാഡ് ഉച്ചകോടി ഇന്ത്യയിൽ നടക്കേണ്ടതായിരുന്നു. ഈ നവംബറിൽ നടക്കേണ്ടതായിരുന്നു. അതിൽ ട്രംപ് പങ്കെടുക്കേണ്ടതായിരുന്നു. ട്രംപ് എനിക്ക് അസൗകര്യമുണ്ട് എന്നറിയിച്ചത് കൊണ്ട് ഈ ഉച്ചകോടി റദ്ദാക്കപ്പെടുകയാണ് ചെയ്തത്. ഇന്ത്യ ആതിഥ്യമരുളുമായിരുന്നു ട്രംപിന്. ഇല്ല. എന്തുകൊണ്ട്? ഉച്ചകോടിയില്ല, ട്രംപില്ല. ഇന്ത്യയിൽ ഒരു വേദി ക്വാഡിനില്ല. എന്തുകൊണ്ട്? ഇന്ത്യയും ട്രംപും അല്ലേ, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ രസത്തിലല്ല, ശീതസമരത്തിലാണ്, അകന്നിരിക്കുന്നു. അത് ട്രംപ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച
താരിഫ് തുടങ്ങി പല കാര്യങ്ങൾ അല്ലേ, ഒറ്റ കാര്യം കൊണ്ടല്ലല്ലോ. അല്ല, പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം ഞാനാണ് നിർത്തിയത് എന്നൊക്കെ പറഞ്ഞ് അയാളുടേതായ കുറേ നിക്ഷിപ്ത താല്പര്യങ്ങൾ നമ്മൾ അനുവദിക്കുന്നില്ല അതിന്. അപ്പോൾ അതിലുള്ള വിരോധം ഇന്ത്യയോട് അയാൾക്ക് അയാളുടെ വ്യക്തിപരമായ കച്ചവടങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിൽ നമുക്ക് താല്പര്യമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ നിന്നുള്ള അന്തകവിത്തുകൾ ഇതൊന്നും നമുക്കിവിടെ ആവശ്യമില്ല എന്ന് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇല്ലേ. നമ്മുടെ ഡയറി മേഖല, ക്ഷീര കർഷക മേഖല, ഇതിലൊന്നും അമേരിക്കയ്ക്ക് പ്രവേശനം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല, കണക്ക് നമ്മളിത് പ്രത്യേകം ചർച്ച ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ കയറ്റുമതി ഈ താരിഫ് ഉപരോധത്തിന് ശേഷം കുതിച്ചുയരുകയാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ 2 മാസത്തിൻ്റെ ഇടയ്ക്ക്. അതാണ് കണക്ക്. അപ്പോൾ താരിഫ് ഉർവശി ശാപം ഉപകാരം എന്ന പോലെ മറ്റ് രാജ്യങ്ങളിലേക്ക് അല്ലേ കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വലിയ കുതിച്ചു ചാട്ടമാണ് കയറ്റുമതിയിലൊക്കെ കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ട്രംപ് ജയിച്ചല്ലോ ഇത്തവണ. അത് കഴിഞ്ഞ് അടുത്ത ദിവസം, അതായത് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് ജനുവരിയിൽ, അടുത്ത ദിവസം തന്നെ പീറ്റർ ഹെക്സെറ്റ് അവരുടെ യുദ്ധകാര്യ സെക്രട്ടറി ക്വാഡ് വിദേശമന്ത്രിമാരുടെ യോഗം വിളിച്ചിരുന്നു, ഇൻഡോ പസഫിക് സ്ട്രാറ്റജിയൊക്കെ ചർച്ച ചെയ്യാനായിട്ട്. ജൂലൈയിൽ അടുത്ത യോഗവും നടന്നു, ക്വാഡ് രാജ്യങ്ങളിലെ വിദേശ മന്ത്രിമാരുടെ യോഗം. അത് കഴിഞ്ഞത് അനിശ്ചിതത്വത്തിലായി ജൂലൈക്ക് ശേഷം. ഈ വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇത് അനിശ്ചിതത്വത്തിലായി. നവംബറിൽ ട്രംപ് ഇല്ല എന്ന് പറഞ്ഞു, ഇന്ത്യയിൽ നടക്കുന്നില്ല ഈ മാസം. നവംബർ 1-ാം തീയതി പകരം ഈ കഴിഞ്ഞ ദിവസം 1-ാം തീയതി പീറ്റർ ഹെക്സെത്ത് ക്വാലലംപൂർ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തില്ലേ, മലേഷ്യ, സക്കീർ നായിക്ക് താമസിക്കുന്ന ക്വാലലംപൂരിൽ ജപ്പാൻ, ഓസ്ട്രേലിയ, ഫിലിപ്പൈൻസ് പ്രതിരോധ മന്ത്രിമാരുടെ യോഗം വിളിച്ചു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഫിലിപ്പൈൻസ് വന്നു അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ പരോക്ഷമായിട്ട്. ക്വാലലംപൂരിൽ 1-ാം തീയതി പീറ്റർ ഹെക്സെത്ത് ക്വാഡ് പ്രതിരോധ മന്ത്രിമാരുടെ യോഗം വിളിച്ചു, ജപ്പാൻ, ഓസ്ട്രേലിയ, ഫിലിപ്പൈൻസ്. അത് ഈ ക്വാഡ് പ്രതിരോധ മന്ത്രിമാരുടെ 2ാമത്തെ യോഗമാണത് ഹെക്സെത്ത് വിളിച്ചത്. ഇവരുടെ സംയുക്ത പ്രസ്താവന വന്നു. ആ സംയുക്ത പ്രസ്താവന പൊതുവെ ക്വാഡ് രാജ്യങ്ങളിൽ ഉച്ചകോടി ചേരുമ്പോൾ ഉള്ള ഉച്ചകോടി പ്രസ്താവന പോലെ ഇരിക്കുന്ന ഒരു പ്രസ്താവനയാണത്. അത് നമ്മൾ നോക്കിയാൽ അതിൽ പറയുന്നത് ഈസ്റ്റ് ചൈന സീ, സൗത്ത് ചൈന സീ, അവിടെയുള്ള ചൈനയുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കണം എന്നാണ്. 2016 സൗത്ത് ചൈന സീ ആർബിട്രേഷൻ അവാർഡ് ഉണ്ടല്ലോ, രാജ്യാന്തര ആർബിട്രേഷൻ തീരുമാനം, അത് ചൈന ലംഘിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യാന്തര നിയമങ്ങൾ, മാരിടൈം നിയമങ്ങൾ, നാവിക നിയമങ്ങൾ ലംഘിക്കുന്നു, അതിനെതിരെ പോരാടും എന്നൊക്കെയാണ് അതിനൊക്കെ അപലപിക്കുന്ന സംയുക്ത പ്രസ്താവനയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനൊരു സംയുക്ത പ്രസ്താവന ഒരു ക്വാഡ് ഉച്ചകോടിയിൽ ഇപ്പോൾ ഇന്ത്യ ഒപ്പിടില്ല. എന്തുകൊണ്ട്? നമ്മൾ ചൈനയുമായി അത്യാവശ്യം അടുപ്പത്തിലാണിപ്പോൾ. അതുകൊണ്ടൊരു ചൈന വിരുദ്ധ പ്രസ്താവനയിൽ നമ്മൾ ഒപ്പിട്ട് കൊടുക്കില്ല. കഴിഞ്ഞ 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് 5ാമത്തെ ഉച്ചകോടിയാണ് ചേരേണ്ടിയിരുന്നത്. ഇനി പക്ഷേ ഇന്ത്യയെ ഒഴിവാക്കിയപ്പോൾ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം നവംബർ 1-ന് ചേർന്നല്ലോ. ഫിലിപ്പൈൻസ് വന്നു, അവിടെ ഇന്ത്യയെ വിളിച്ചില്ല. അപ്പോൾ ഇന്ത്യ ഒഴിവാക്കുന്നത് വലിയ എളുപ്പമൊന്നുമില്ല. അമേരിക്ക 2013 ആദ്യമായിട്ട് അമേരിക്ക ഏഷ്യ പസഫിക് എന്ന് വരെയാണ് അതുവരെ അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത്, 2013 വരെ. 2013 ശേഷമാണ് ഏഷ്യ പസഫിക് എന്നുള്ള പ്രയോഗത്തിന് പകരം ഇൻഡോ പസഫിക് എന്ന് വരുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യ എന്നാണല്ലോ ആദ്യം കിടക്കുന്നത്.
ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇൻഡോ പസഫിക് ഒക്കെ മാറ്റിയിട്ട് അമേരിക്ക ഫസ്റ്റ് എന്നുള്ള നയം, അമേരിക്ക ഫസ്റ്റ് എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്ന് വരരുത് അല്ലേ? ഇൻഡോ പസഫിക് എന്നുള്ളത് മാറ്റി അമേരിക്ക ഫസ്റ്റ്. ഇനി മറ്റ് രാജ്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല, ഞങ്ങളുടെ താല്പര്യ സംരക്ഷണം എന്നാണ്. അപ്പോൾ അവരുടെ താല്പര്യ സംരക്ഷണത്തിന് ഈ ഭാഗത്ത് ഇൻഡോ പസഫിക് എന്ന് പറഞ്ഞ മേഖലയിൽ ഇന്ത്യ ഇല്ല. അമേരിക്കയുടെ താല്പര്യ സംരക്ഷണത്തിൽ ഇന്ത്യയും ചൈനയും ഒക്കെ വേറെ, റഷ്യ ഒക്കെ വേറെ ചേരിയായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അമേരിക്ക വെസ്റ്റിൽ ഇന്ത്യയില്ല. അതുകൊണ്ട് ക്വാഡ് സഖ്യത്തിൽ നിന്ന് അമേരിക്ക ഇന്ത്യയെ വെട്ടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. വെട്ടൽ അത്ര എളുപ്പവുമല്ല എന്ന അവസ്ഥയിൽ നിൽക്കുന്നു. പക്ഷെ ഫിലിപ്പൈൻസിനെ പരോക്ഷമായി നവംബർ 1 പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ മേഖലയിലെ ഫിലിപ്പൈൻസ് അല്ലേ, ചൈന ഇന്ത്യയെ മാറ്റി ക്വാഡിലേക്ക് ഫിലിപ്പൈൻസിനെ പ്രവേശിപ്പിക്കുന്നുള്ള സംശയങ്ങൾ വരുന്നു. നമുക്കപ്പോൾ എന്താ വേണ്ടേ? ക്വാഡ് നമുക്ക് വേണ്ട, അത്രയല്ലേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.